രാമരാജ്യം എന്ന് ഗാന്ധിജി പോലും പറഞ്ഞ ധർമ്മരാജ്യം എന്നർത്ഥം. അതിലെങ്കിലും മനസ്സിലാക്കാൻ ധർമ്മരാജ്യത്തിന് സുപ്രീം കോടതിയിൽ എഴുതി വെച്ച ആ ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. അത് തന്നെയാണ് മോദിയും പറഞ്ഞത്. ആ ധർമ്മത്തിനെ കൊണ്ടുവരിക, സ്ഥാപിക്കുക എന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു ഭാരത ജനതക്കത്, മെജോറിറ്റിയുള്ള ഭാരത ജനതക്ക്. അതാണ് അവിടെ സംഭവിച്ചത്. അതേപോലെ ലക്ഷദ്വീപിലെ കാര്യങ്ങള്, ലക്ഷദ്വീപിൽ ഒരു മുസ്ലിമിനോടും എന്ത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കുട്ടികളെ ഭക്ഷണത്തില് അത് പല വിധത്തിൽ പണ്ട് ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന പിന്നെ ഒരു മഞ്ഞപ്പൊടി കലക്കി കൊടുക്കുന്ന സ്കൂൾ കാലം നമ്മളെ നാട്ടിലുണ്ടായില്ല. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അംഗനവാടി ഹെൽത്ത് സെന്ററിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് അതാണോ ഉള്ളത്? അപ്പൊ ഓരോ സർക്കാരിന് അന്ന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഞാൻ അതിൽ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. അപ്പോ ഒരു ഗവൺമെന്റിന് അവരുടെ ആരോഗ്യം, ഇന്ന് യോഗയെ പറയണം, ഭാരത സംസ്കാരത്തിന്റെ ഭാഗമുള്ള ഒരു സ്ഥലത്താണ് കുട്ടികൾക്ക് നമ്മൾ വിളമ്പുന്ന ഭക്ഷണങ്ങൾ അവരുടെ 24 hours. നിങ്ങൾക്കറിയോ ലക്ഷദ്വീപില് വെജിറ്റബിൾസിന് ഭയങ്കര വിലയാ. ആ വെജിറ്റബിൾസ് വാങ്ങണേൽ അവർക്ക് കിട്ടുന്ന അവിടുന്ന് കിട്ടുന്ന മീനാ. ഇത് തന്നെ കഴിക്കുക. ഒരാൾ മീൻ തന്നെ ദിവസം ഇരുന്ന് കഴിച്ചു നോക്ക്, അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും. ജീവിതത്തിൽ തന്നെ താൻ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ ജീവിതം തന്നെ പരിഷ്കരിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും സർക്കാർ ഇടപെടുമ്പോ കുട്ടികളെ ഹെൽത്ത്, കുട്ടികൾ പച്ചക്കറിയും കഴിക്കണം, അത്രയും അവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി. അവർക്ക് പച്ചക്കറി കൊടുക്കുന്ന കുട്ടികൾക്ക് വീട്ടിലെങ്കിലും അവരുടെ സംവിധാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ആക്ച്വലി നല്ലത് വിചാരിച്ച. അതിപ്പോ ഈ CAA പോലെ ഒരു വലിയ കഥയാക്കി അതിന് കുറെ താരങ്ങൾ ഇറങ്ങി അങ്ങനെ ലക്ഷദ്വീപിനെ അങ്ങനെ ആക്കി. ഇന്നിപ്പോ ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി. ഇതൊന്നും ആർക്കും പറയില്ല, ഇതിനൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഒരു ചെറിയ സാധനം എടുത്ത് അത് വേറെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള, പെണ്ണുങ്ങളെ പ്രശ്നം വരുമ്പോ എന്താ ഇവർക്കൊന്നും സങ്കടമില്ലാത്ത? മുത്തലാഖ് വെല്ലം വന്നപ്പോ ഇവർക്ക് ആർക്കും സങ്കടമില്ലല്ലോ. അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോ അത് മുസ്ലിങ്ങൾക്കെതിരെ. ഏത് മുസ്ലിങ്ങൾക്കെതിരെയാണത്? മുസ്ലിം പെണ്ണായി എന്നെ പോലത്തെ എത്രയോ പെണ്ണുങ്ങളെ കണ്ണീര് തുടയ്ക്കാനാണ് ആ മുത്തലാഖ് കൊണ്ടുവന്നത്. അന്നെന്താ ഇവരൊക്കെ മാറി നിന്ന്? ഇവര് നല്ലത് വരുമ്പോ മാത്രം ഇവര് അത് മുസ്ലിം ഹിന്ദു അത് പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അത് നിങ്ങൾ ആദ്യം നിർത്തുക. കാരണം നിങ്ങൾ തന്നെയാണ് അത് ഭാരതം മുറിച്ചു കൊടുത്ത് മുസ്ലിം അങ്ങോട്ട് ഹിന്ദു ഇങ്ങോട്ട്. മുഹമ്മദ് അലി ജിന്നനെ എന്തുകൊണ്ട് നിങ്ങൾ ആൾക്കാർ അന്ന് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാക്കിയ? പണത്തിന്റെ നേരെ പോയ നെഹ്റുവിനെ തന്നെ ആവണം എന്നുണ്ടായില്ല. എന്താ മുഹമ്മദ് അലി ജിന്നക്ക് പിന്നെ വിദ്യാഭ്യാസം ഇല്ലായിരുന്നോ? വേറെ കുറെ സമരത്തിൽ ഇറങ്ങി എത്രയോ മഹാന്മാരുണ്ടായില്ലേ? അവരുടെ ഒന്നും പേര് അന്നില്ലാത്ത ഒരു മുസ്ലിം സ്നേഹം. ചത്ത കുതിരയാന്ന് നെഹ്റു ഇവിടെ വന്നിട്ട് 57 ഇലക്ഷന് മുസ്ലിം ലീഗിനെ പറഞ്ഞിട്ട് അതുപോലും മനസ്സിലാക്കാൻ എന്റെ മുസ്ലിം സഹോദരന്മാർക്ക് കഴിയുന്നില്ലേന്നാ ഞാൻ ആലോചിക്കണേ. ഇന്ന് ഭാരതത്തിന്റെ സംസ്കാരം മാത്രം, ഇന്ന് ആരെങ്കിലും ഒരു വാക്കിൽ മുസ്ലിമിനെ ഉള്ളൂ, മുസ്ലിം പെണ്ണിന് ഇത് കൊടുക്കൂ, ഹിന്ദു പെണ്ണിനില്ല, അല്ലെങ്കിൽ മുസ്ലിം ആണിന് ലോൺ ഇല്ല, ഇത് ഏതെങ്കിലും ഒരു സമയത്ത് മോദി പറഞ്ഞ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഭാരതത്തിന്റെ ജനങ്ങൾക്ക് കിട്ടിയ എന്തെല്ലാം താഴെ കടയിൽ തൊട്ടിട്ട് മേലെ വരെ കിട്ടുന്ന വഴിയോര കച്ചവടക്കാർക്ക് ലോൺ ഉണ്ട്. ആരെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്തോ? അത് എന്തുകൊണ്ട് മോദി തന്നെ ഇവിടെ കിട്ടിയാൽ അത് ഇവിടുത്തെ ആൾക്കാർ അറിഞ്ഞു പോകും. പല സ്റ്റേറ്റുകളിലും കൊടുത്ത് എന്തുകൊണ്ട് നല്ലത് പറയുന്നില്ല? ഇത് ഒക്കെ ചെയ്യണ പറയാതെ എവിടുന്ന് ഒരു പിൻ പോയിന്റ് ഉണ്ടാവും? ജനങ്ങൾക്കെല്ലാം മനസ്സിലായി തുടങ്ങി ഈ വർഗീയതയും വിഭാഗീയതയും ഒന്നും ഇനി നടക്കൂല. കാരണം മെജോറിറ്റി വന്ന് ലോകത്തിലാകെയുള്ള ഒരു ഇത്രയും വലിയൊരു കൾച്ചർ എന്ന് പറയുന്നത് ഭാരത സംസ്കാര. അതിന്റെ കൾച്ചർ ഒന്നും ഇപ്പൊ ആർക്കും പറഞ്ഞു തീരെ പോലും ഇല്ലാത്ത കഥകളാണ് നമ്മൾ പറഞ്ഞാലും കേട്ട. അതിനെ വാല്യൂ കൊടുക്കാതെ വിദേശ ശക്തികളോടും അവര് നമ്മളെ എളാപ്പ മുത്താപ്പാല് ചേട്ടന് മൗണ്ട് പ്രഭു അത് ഇവിടുത്തെ ചക്രവർത്തിമാര് ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടവരൊന്നും അല്ലാതാക്കുന്നത് മാറ്റിമറിച്ചൊരു ചരിത്രത്തെ നമ്മൾക്ക് പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ശ്രമിച്ച് മുഴുവനൊന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ മോദി. ഇത് മുന്നോട്ട് കാണാൻ പോകുന്നേ ഉള്ളൂ. ഭാരതത്തിന്റെ സംസ്കാരം ഏറ്റവും ഉയരത്തിലെത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി അയാളെ ജോലി തീർത്തിട്ടേ ഇവിടുന്ന് പോകുന്നു. അതിന് ആർക്കും സംശയം വേണ്ട. ആരിറങ്ങിയിട്ടും ഒന്നില്ല എല്ലാ മുസ്ലിങ്ങളും അതിന് സപ്പോർട്ട് തന്നെ ആയിരിക്കും തീർച്ച.